പെട്ടെന്നു കോപാകുലയായി ശവിച്ചാൾ ദശകണ്ഠൻ നിൻ പദാർത്ഥം പിറന്നുണ്ടിദ്ദേഹം വിട്ടുള്ള കല അയോ നിജാതയായി മണ്ണിലെന്നുപേക്ഷിച്ചു തന്നുടൻ രാമാംശമാം സീത അവളെ കട്ടുരാവണൻ മാലയെന്നോട്ട് സർപ്പത്തെ പോലെ വംശം മുദിക്കുവാൻ സുരരർത്ഥിക്കയാൽ സാക്ഷാൽ അജനാം വിഷ്ണുവായ അംശത്താലജവംശത്തിൽ പിറന്നാൾ തദ്വതത്തിനായി ധൈര്യം കൊള്ള മഹാബാഹോ വാഴു ജാനകി ലങ്കയിൽ നിന്നെ ഓർത്തതും ധർമ്മം തെറ്റാതെ ശുദ്ധയായി ഇന്ദ്രൻ പാത്രത്തിലെ കാമധേനുവിൻ പാകറന്നുടൻ എത്തിക്കയാൽ അമൃതുപോൽ കുടിച്ചാളതു ജാനകി അപ്പാലിനാൽ അവൾക്കില്ല വിശപ്പോ ദാഹമോ തണ്ടാതികൾ കണ്ണിയാമദ്ദേവിയെ കണ്ടിരുന്നു ഞാൻ അവനെ കൊല്ലുവാനുള്ളൊരു ഉപായം കേൾക്ക രാഘവ അനുഷ്ഠിക്ക തുലാമാസത്തിങ്കൽ ശ്രദ്ധയുടെ മൃതം ശ്രീദേവി പൂജയും പിന്നെ നവരാത്രോപവാസവും ജപഹോമാദിയോടൊത്തു ചെയ്താൽ നേടാം സമസ്തവും ശുദ്ധമാം ജന്തുബലിയർപ്പിച്ച് വേണ്ട പോൽ 10 ഹോമിച്ചാൽ ഭവിക്കും നീ ബലിഷ്ഠനായി ബ്രഹ്മാവും വിഷ്ണുവും രുദ്രദേവനും പണ്ഡിതേ വൃതം ആചരിച്ച സ്വർഗമധ്യസ്ഥിതനാം കുംഭനാഥൻ സുഖിയും നോൽക്കണം രാമ നവരാത്രവൃതം ശുഭം ആവർത്തണഞ്ഞമനുജൻ വിശേഷിച്ചു നടത്തണം നിസംശയം നോറ്റിരുന്നു വിശ്വാമിത്രൻ ഈ ഭൃഗുവും കശ്യപൻ താനും നോറ്റിരുന്നു വസിഷ്ഠനും ദാരങ്ങളെ കൊണ്ടുപോയ നേരം വ്യാഴവും ഈ വൃതം നോട്ട് ചെയ്താലും അതുപോൽ നീ ദൈത്യവധത്തിനായി വൃത്രനാശത്തിനായി ഇന്ദ്രനെടുത്താനീ മഹാവ്രതം ത്രിപുരൻ തൻവധത്തിനായി ആചരിച്ചിരു രുദ്രനും മധുനാശത്തിനായി വിഷ്ണു പൂണ്ടാൻ വ്രതം വിധി പോലീ വൃതം രാമ പൂണ്ടായി മടികന്നിയേ അദേവിയേ ഉണ്ടായോൾ പേരെന്ത് എന്താ മഹത്വവും വ്രതം എമ്മട്ടതും ചൊൽക സർവജ്ഞൻ ദയാനിധേ അവളാടാദ്യം ശക്തി നിത്യ ശാശ്വതി കേൾക്കനീ പൂജിക്കിൽ സർവകാമങ്ങളെ ഗുമവൾ
ദുഃഖനാശിനി ബ്രഹ്മാദി ജീവജാലങ്ങൾക്കൊക്കെ കാരണമാണവൾ. അവൾ തൻ ശക്തിയില്ലെങ്കിൽ ഇളകില്ല ഒരു വസ്തുവും. എൻ പിതാവിൻ സൃഷ്ടിശക്തി ഹരിക്ക് അവനശക്തിയും രുദ്രൻ സംഹാരശക്തിദാൻ അപ്പറയാം ശിവ. സത്തായി അസത്തായി മൂലോകത്തിലും ഏതേതു വസ്തുവോ അവയ്ക്കെല്ലാം മൂലശക്തി. അവൾക്ക് ഉത്പത്തിയവിധം വിധി വിഷ്ണുഹരന്മാരും ഇന്ദ്രനും ശശി സൂര്യനും ധരാധരങ്ങളും ഒന്നുമില്ലാത്ത നാളിൽ പരംപുരുഷനോടൊത്ത് മൂലപ്രകൃതിയാമവൾ യുഗാദിയിൽ താൻ ക്രീഡിപ്പൂം നിർഗുണാത്മികയാം ശിവ.